ശ്രീ ശിവശങ്കരൻ, അതിദരിദ്രരെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ സ്വന്തമായി നിശ്ചയിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെയോ ദേശീയ ഏജൻസികളുടെയോ മാനദണ്ഡങ്ങളെ മറികടന്നിട്ടാണോ? അങ്ങനെ മാനദണ്ഡം നിശ്ചയിച്ചോന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാനും അപ്പനും സുഭദ്രയും കൂടി നിശ്ചയിക്കണമെന്ന് പറഞ്ഞ പോലെയാണ് മാഷു പറഞ്ഞത്. മാഷ് എന്നിട്ട് പറയാണ് അത് കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണല്ലോ ഈ കണക്കുകളിലേക്ക് എത്തിച്ചേരുന്നത്. അല്ല, അവരുടെ മാനദണ്ഡം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആ കിലയുടെ പുസ്തകം വായിച്ചു നോക്കി, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് മാനദണ്ഡം. ഞാനത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ സർവേ ജനകീയമാണോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. അത് ആരാണ് ഇവാലുവേറ്റ് ചെയ്തത്, അത് എങ്ങനെയാണ് നടത്തിയത്? അല്ലാണ്ട് കുറെ പേര് ജനകീയമായി നടത്തേണ്ടതല്ല സർവേ കുറിച്ച് സർവേ നടത്തേണ്ട രീതികളുണ്ട്. അത് ദീർഘമാണ്. മേരി ജോർജ് മാഷും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ചല്ല പ്രശ്നം. അത് ജനകീയമായിട്ട് നടത്തിയാലും 10 പേര് നടത്തിയാലും അതിന്റെ സർവേയുടെ സാമ്പിൾ എടുക്കേണ്ടത് എങ്ങനെയാണ്, അത് സാമ്പിൾ നടത്തുമ്പോഴത്തേക്കും അതിന്റെ സാമ്പിൾ എക്സാമിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇതാണ് സർവേയുടെ പ്രശ്നം. ഇത് രണ്ടാമത്തെ കാര്യം, ഇത് ഇത്തരം സർവേകൾ നടത്തി പറയുന്നു. ഇത് വെറും ആദിവാസി കുടിലുകൾ മാത്രമല്ല മേരി ജോർജ് മാഡം. ഞാൻ അവരെ ഒരുപക്ഷെ മാഡം പറയാത്തത് കൊണ്ടായിരിക്കാം. മട്ടാഞ്ചേരി പോലെ, എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി പോലുള്ള സ്ഥലത്ത് 4 കുടുംബങ്ങൾക്ക് ഭക്ഷണമില്ലാതെ ദരിദ്രമായി കിടക്കുന്നത് ഞങ്ങളുടെ സർവേയിൽ പെട്ടിട്ടുണ്ട്. ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഫോട്ടോ അടക്കം പല പത്രങ്ങളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ എറണാകുളം ജില്ല പോലുള്ള സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള അതിദരിദ്രരുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദിവാസി മേഖലയിൽ മരുന്നില്ലാണ്ട് മരിക്കുന്നു, അത്തരത്തിലുള്ള ധാരാളം ഭക്ഷണമില്ലാണ്ട് ധാരാളം ആളുകൾ കിടക്കുന്നു, പല ആശുപത്രികളും പൂട്ടിക്കിടക്കുന്നു, ഇത്തരത്തിലുള്ള ധാരാളം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 203 സ്കൂളുകൾ പൂട്ടിപ്പോയിരിക്കുന്നു ഈ സംസ്ഥാനത്ത് 2019 മുതൽ 2021 വരെ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്തോ ചില കുക്ക്ഡപ്പ് സ്റ്റോറി കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കുകൾ കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വന്നത് എന്നതാണ്. ഇതൊരു ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഏജൻസി പോലും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾക്ക് ഈ ഡാറ്റ മുഴുവൻ കൊടുക്കണമായിരുന്നു, അതിനു മുമ്പുള്ള ചർച്ച ചെയ്യണമായിരുന്നു ഇതിന്റെ കണക്കുകൾ എങ്ങനെ വന്നതെന്ന്. 2, ഈ സംസ്ഥാന സർക്കാരിന് ഒന്നും നൽകിയില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ. ജനൌഷധി സ്റ്റോറുകൾ 1000 എണ്ണമുണ്ട്. NRHM NHM പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ കേരളത്തിലേക്കുള്ള എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും 100, 120, 190 കോടി. കോഴിക്കോട്, ആലപ്പുഴ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾക്ക് 100, 120, 190 കോടി വെച്ചിട്ടുള്ള ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം മറ്റുള്ള ഈ റേഷനിങ്ങിൽ ഏതാണ്ട് 90% കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. ഇതെല്ലാം നൽകിയിട്ടും കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അതുപോലെ അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ ഡിസിഷൻസോ ഒന്നും വെക്കാതെ ഇവർ നടത്തുന്ന സർവേക്ക് യാതൊരു ആധികാരികതയുമില്ല. നേരത്തെ മേരി ജോർജ് മാഡം പറഞ്ഞതുപോലെ ആദിവാസി കുടിലുകളിലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ആ വാർത്തകൾ കൊണ്ടുവരുന്നുണ്ട്. ധാരാളം അതിദരിദ്രർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ ദാരിദ്ര്യം മാറ്റുവാൻ സംസ്ഥാന സർക്കാരിന് തയ്യാറായിട്ടില്ല. വെറും ഭക്ഷണം കൊടുത്തത് കൊണ്ടോ അരി കൊടുത്തത് കൊണ്ടോ മാത്രമായില്ല. അല്ലെങ്കിൽ ഈ കേരളം ഇതാ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അത് വിടൂ, ഒരു ആഫ്രിക്കൻ സ്റ്റാൻഡേർഡിലുള്ള പോവർട്ടി ഇവാലുവേഷൻ, ഒരു ഇറാഡിക്കേഷൻ, അതെങ്കിലും എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അപ്പൊ ഇത്തരം ഇവർ നൽകുന്ന സ്റ്റാൻഡേർഡ്, മറ്റു റോഡുകളെല്ലാം ഈ യൂറോപ്യൻ സ്റ്റാൻഡേർഡും ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കാര്യത്തിൽ അത് ആഫ്രിക്കൻ സ്റ്റാൻഡേർഡും എന്നുള്ളതാണോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിന്റെയും നയം? ഇതും ശരിയല്ല എന്നുള്ള സംശയമില്ല. കാരണം സംസ്ഥാനത്തെ ധാരാളം കുട്ടികൾ ഇന്ന് വിദേശത്തേക്കും മറ്റുള്ള സംസ്ഥാനത്തേക്കും പോയി പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവും ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ, ചെറുപ്പക്കാര് തൊഴിലില്ലാതെ നടക്കുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ മുഖ്യമന്ത്രി ഏതാണ്ട് 23 പ്രാവശ്യം ഈ കഴിഞ്ഞ 2 തവണയായിട്ട് വിദേശത്തേക്ക് പോയിട്ട് 1 രൂപയുടെ ഒരു FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടോ? എന്ത് ഒരു ഇൻഡസ്ട്രിയാണ് ഉണ്ടായിട്ടുള്ളത്? പിന്നെ എങ്ങനെ വികസനം നടക്കുന്നത്? 6 ലക്ഷം കോടി കടം വരുത്തി വെച്ച ഒരു സർക്കാരിന് ഈ മുഴുവൻ ആളുകളെയും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഏതാണ്ട് 2 ലക്ഷം കോടി, 2 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ച സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു സംശയവുമില്ല, ഈ കേരളത്തിൽ അതിദരിദ്രരുടെ എണ്ണം ഇവർ പറയുന്നതിൻ്റെയൊക്കെ 10 ഇരട്ടിയെങ്കിലും ഉണ്ടാകും. അത്തരം ദരിദ്രരെ കണ്ടെത്തുവാനുള്ള സർവേ നടത്തുവാനായിട്ട് സംസ്ഥാന സർക്കാരിനുള്ള ക്ഷമതയില്ല, അതിനുള്ള ഇവാലുവേറ്റിയുള്ള ടീമില്ല, അതിനുള്ള സ്റ്റാൻഡേർഡ് ഇവർ അംഗീകരിച്ചിട്ടുമില്ല. ഇവർക്ക് അക്കാര്യത്തിൽ UN സ്റ്റാൻഡേർഡോ വേൾഡ് ബാങ്കിന്റെയോ നീതി ആയോഗിന്റെ സ്റ്റാൻഡേർഡ് പോലും എഗ്രി ചെയ്യാൻ തയ്യാറല്ല. വ്യക്തമാണ്. ശ്രീ പഴകുളം മധു, സർക്കാർ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളെക്കാൾ കൂടുതൽ അതിദരിദ്രർ കേരളത്തിലുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്.
പല സ്ഥലങ്ങളിലും അർഹതയുള്ളവരെ ഒഴിവാക്കിയെന്നും ആരോപിക്കുന്നു. സർക്കാർ കണക്കുകളിൽ കൃത്രിമം കാണിച്ചു എന്ന് പ്രതിപക്ഷം പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? സർക്കാർ കണക്കുകളിൽ കൃത്രിമം കാണിച്ചു എന്ന് വെച്ചാൽ സർക്കാർ തട്ടിക്കൂട്ട് സർവേയാണ് നടത്തിയത്. ഇവർ കിലയുടെ സപ്പോർട്ട് പറയുന്നു, കുടുംബശ്രീയെ കൂടി പറയുന്നു, പഞ്ചായത്തിൽ പ്രമേയം പാസ്സാക്കിയെന്ന് പറയുന്നു. പഞ്ചായത്തുകളെ കൊണ്ടുവന്ന് ഒരു പ്രമേയം ഏതെങ്കിലും ഒരു മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് അല്ലെങ്കിൽ ഇത്ര പേരുണ്ട് കുടുംബശ്രീക്കാരെ കൊണ്ട് നടത്തിയെന്നൊക്കെ പറഞ്ഞു. കേരളത്തിൽ ഇത്തരം ഒരു കണ്ടെത്തൽ നടത്തേണ്ടത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നോംസ് ഉണ്ട്. ആ നോംസ് പ്രകാരം സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടത്. സയന്റിഫിക് സ്റ്റഡി നടത്തിയിട്ടില്ല എന്നാണ് എല്ലാ വിദഗ്ധരും പറയുന്നത്. ഞാൻ ഈ പ്രകാശൻ മാസ്റ്ററോടും ഇതിനെ ന്യായീകരിക്കുന്ന CPM നേതാക്കന്മാരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യം, KP കണ്ണൻ നിങ്ങൾക്കറിയും, പ്രൊഫസർ KP കണ്ണൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ സാമ്പത്തിക വിദഗ്ധന്മാർ ഒരാളാണ്. ഈ പതിറ്റാണ്ടുകളിലായിട്ട് എല്ലാ കാലത്തും കേരളത്തിലെ CPMന്റെയും ഇടതുപക്ഷ സർക്കാരുകളുടെയും സാമ്പത്തിക നിലപാടുകളെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും അതിന് പ്രചാരം നേടാൻ വേണ്ടിയുള്ള സംസാരം നടത്തുകയും ചെയ്തിരുന്ന KP കണ്ണൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ എക്കണോമിക്സിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താമോ? അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന്, അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ കണക്കുകൾ മൊത്തം പറയുന്നത്. NFSAയുടെ കണക്കും ആശ്രയ പദ്ധതിയുടെ കണക്കും എല്ലാം അദ്ദേഹമാണ് പറയുന്നത്. 7-8 ലക്ഷം പേർ കേരളത്തിൽ നിന്നും അതിദരിദ്രരായിട്ടുണ്ട്. അവർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാനുള്ള ഒരു ചെപ്പടി വിദ്യ, ഇവർക്ക് വോട്ട് മാത്രം മതി. ഇത്രയും ആത്മാർത്ഥയില്ലാത്ത, മാനുഷിക മൂല്യങ്ങളെ വിലകൽപ്പിക്കാത്ത വെറും തട്ടിപ്പ് സംഘമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സിനിമാ താരങ്ങളെ കൊണ്ടുവന്നൊരു പ്രഖ്യാപനം നടത്തുക. ഈ പ്രഖ്യാപനം നടത്തിയ ദിവസം തന്നെ കേരളത്തിൽ ഒരു പട്ടിണി മരണം തിരുവനന്തപുരം ജില്ലയിലുണ്ടായി, തലസ്ഥാനത്തുണ്ടായി. തെറ്റ് പറയാൻ കഴിയുമോ? എതിർക്കാൻ കഴിയുമോ? തിരുവനന്തപുരം ജില്ലയിലുണ്ടായിരിക്കുന്നു. ആരാണ് ഉത്തരവാദികൾ? അപ്പൊ ഇതുപോലെയാണ് ഈ കണക്ക്. ഇതിനെ ശാസ്ത്രീയമായ അടിത്തറയില്ല, ഈ സർവേ തന്നെ നടന്നിട്ടില്ല, ഇതാരും അംഗീകരിക്കുന്നില്ല. അപ്പൊ ഈ കണ്ടെത്തൽ 64,000 പേരിലേക്ക് ചുരുക്കി അവർക്ക് പറയാം, നമ്മുടെ 9 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഞങ്ങൾ അതിദരിദ്രരുടെ എണ്ണം പുറത്തുകൊണ്ടുപോകുന്നു, എത്ര പുറത്തുകൊണ്ടുപോകുന്നു, തെളിവ് സഹിതം അവർക്ക് ബോധ്യപ്പെടുത്താം. എന്നാൽ അത് അതിദരിദ്ര മുക്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന് വീൺവാക്ക് പറയാനുള്ള അടിസ്ഥാനപരമായ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു പക്ഷേ വലിയ പ്രസംഗമൊക്കെ നടത്തിയാൽ കുറച്ചാൾക്കാർ. എന്നാൽ ഞാൻ അക്ഷരം പഠിച്ചിട്ടുള്ള ഈ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള കേരളത്തിലെ പൊതു നിലകളെ സംബന്ധിച്ചെല്ലാം ധാരണയുള്ള ഒരു ശരാശരി മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്ത വണ്ണമുള്ള തട്ടിപ്പായി. സത്യത്തിൽ ഇവർക്ക് ഈ പ്രഖ്യാപനം നേടിക്കൊടുക്കുന്ന നേട്ടങ്ങളെ അതിന്റെ 10 ഇരട്ടി ഓട്ടമാണ്, അപജയമാണ് ഈ ഗവൺമെന്റിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. വലിയ ക്ഷീണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരി, ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഈ കണക്കുകളിൽ സുതാര്യതയില്ല എന്നുള്ള ആരോപണത്തെ എങ്ങനെ കാണുന്നു? ഈ ചർച്ചയുടെ ഒരു ജനാധിപത്യ ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടുകയാണ്. BJPയും കോൺഗ്രസും ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാതല്ല. അവര് എല്ലാ കാര്യങ്ങളും എന്ത് നല്ല കാര്യമായാലും അത് നല്ലതല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. മേരി ജോബ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് UDFന്റെ ഒരു വലിയ ഒരു മെഗഫോണാണ് എന്നുള്ളത് സാമ്പത്തിക രംഗത്ത് അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമ്പത്തിക രംഗത്തെയാണ് കൊണ്ടുവരുന്നെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാത്ത കൊണ്ടുവരാമല്ലോ. 3 ആളുകളെ ഈ ഗവൺമെന്റിന്റെ വാദത്തിനെതിരായി അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന ഈ ചർച്ചയുടെ ജനാധിപത്യ വിരുദ്ധത ഞാൻ ആദ്യമായി ചൂണ്ടിക്കാട്ടുകയാണ്. യഥാർത്ഥ ഈ വിഷയത്തിൽ 2 അഭിപ്രായമുണ്ട്. കേരളം ദാരിദ്ര്യമുക്തമായിട്ടില്ല, ദാരിദ്ര്യമുക്തമായി. നിങ്ങളെ പോലുള്ള സ്ഥാപനം ഒരു ചർച്ച നടത്തുന്നത് ആ 2 അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വേണമെന്നില്ല. പിന്നെ ഇവരിപ്പോ പറയുന്നത് കേട്ടാ തോന്നുക ഇതിന്റെ എല്ലാം ആധികാരികത നിശ്ചയിക്കേണ്ടത് BJP കോൺഗ്രസ് ആണ്. അവരോട് ചോദിച്ചാൽ മാത്രമേ കാര്യങ്ങളാവൂ. കേരളത്തിലെ പിണറായി ഗവൺമെന്റ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ദരിദ്രരെ കണ്ടെത്താൻ ഒരു സംവിധാനം ഉണ്ടാക്കി. ആ കണ്ടെത്താനുള്ള സംവിധാനത്തെ കുറിച്ച് ആളുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, അവർക്ക് ഇപ്പോ ഇവിടെ പറയുന്ന കേട്ടതൊന്നും ഇതെല്ലാം പരസ്യരേഖയാണ്. കേരളത്തിൽ 1032 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഈ അതിദരിദ്രരുള്ളത്. 64,006 കുടുംബങ്ങളാണ്. 1,03,999 വ്യക്തികളാണ്. വ്യക്തികളെല്ലാം പേരുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അതിന് പുറമെ ഇന്നയാൾ കൂടി ദാരിദ്ര്യത്തിനുണ്ട്. പറയട്ടെ, ഇവിടെ ഇപ്പൊ മേരി ജോസ് പറഞ്ഞല്ലോ, ആദിവാസികളെ കണ്ടു പരിചയമുള്ള മേരി ജോ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ ആദിവാസികളുടെ 80% ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് PKS. PKS എന്ന് പറയുന്നത് ആദിവാസികളുടെ സംഘടനയാണ്. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ഒരു 10% ആളുകളെ.
അവരോട് നിങ്ങൾ ചോദിക്കണം. ആദിവാസി മേഖലയിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന ആദിവാസി രംഗത്ത് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ രണ്ടാളാണ് വിചാരിക്കുന്നതാണോ? ഈ കാലം തന്നെയൊക്കെ ആളുകൾക്ക് അറിയാത്തതല്ല. എങ്ങനെ ഗവൺമെന്റിനെതിരായിട്ട് ആളുകളെ അണിനിരത്താൻ വേണ്ടി കഴിയുമെന്ന് പറയുന്നതൊക്കെ ആലോചിക്കുന്ന ആളുകളാണ് വരി. അവരാണ് ഇതിന്റെ പ്രതിനിധികൾ. നിങ്ങൾ അത് പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ അംഗങ്ങളായിട്ട് BKS പ്രതിനിധിയല്ലേ? അവർ പ്രതിനിധാനം ചെയ്ത് ഏറ്റവും വലിയ സംഘടനയാണല്ലോ. അപ്പോ നിങ്ങൾക്കെല്ലാം നിങ്ങളുടേതായിട്ട് രാഷ്ട്രീയമുണ്ട്. കേരളത്തിന് ഒരു മുന്നേറ്റം ഉണ്ടായി സമ്മതിക്കാൻ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുടുംബശ്രീ ആരുണ്ടാക്കിയതാ? നിങ്ങൾ കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ട് പോയി എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ കുടുംബശ്രീ? UN രേഖയിൽ പറഞ്ഞിരിക്കുന്നു ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളിപ്പോ പോയി പരിശീലനം നടത്തിയത് ഞാൻ പോയി പഠനം നടത്തിയത്. മേരി ജോർജ്, നിങ്ങൾ പറയുന്ന സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയുന്നതല്ല കേൾക്കാൻ ഞാൻ നിന്നിട്ടുണ്ട്. അവരൊരു സമയം കിട്ടുമ്പോ പറഞ്ഞാൽ മതി. മേരി ജോർജ് സാമ്പത്തിക വിദ്യയായിരിക്കും, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വരാം. ഇവിടെ വളരെ വ്യക്തമായ നിലക്ക് കേരളത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല. ആർക്ക് പറയാൻ കഴിയും? ഇത് കേൾക്കുന്ന ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഏത് പാർട്ടിയാവട്ടെ, ആരോഗ്യ രംഗത്ത് കഴിഞ്ഞ 10 കൊല്ലം മുന്നേറ്റം ഉണ്ടായില്ല, ആർക്കെങ്കിലും പറയാൻ കഴിയും? വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം ഉണ്ടായില്ല, ആർക്കെങ്കിലും പറയാൻ കഴിയും? എല്ലാ ആദിവാസി വീടുകളിലും ഈ സർവേ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ഒറ്റ വീട് കാര്യമില്ല എന്ന് പറയട്ടെ. എല്ലാ സ്ഥലത്തും കാര്യമായിട്ടായി ഈ പറയുന്ന ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അവർക്ക് ഓരോ കുടുംബത്തിനും വേണ്ടി മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ജനറൽ ആയിട്ട് മാക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 50 കോടി ഒരു കൊല്ലം, 50 കോടി പിറ്റത്തെ കൊല്ലം, 60 കോടി പിറ്റത്തെ കൊല്ലം ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് തൊഴിൽ കൊടുത്ത്, വീട് കൊടുത്ത്, ആരോഗ്യ സംവിധാനം ഉണ്ടാക്കി, കാർഡ് കൊടുത്ത്, അവർക്ക് പിന്നെ വ്യത്യസ്ത തിരിച്ചറിയൽ രേഖകൾ ആധാരത്തിൽ കൊടുത്ത്, അങ്ങനെ അവർ കടപ്പേര് മാറ്റിയിരിക്കുന്നത് ആരെ എന്ന് കൃത്യമായിട്ട് ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അറിയാം. അവിടെ പോയി ചോദിക്കണം, അപ്പോഴറിയും. ഇതെല്ലാം പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഞാനീ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും എന്റെ പ്രത്യേകപരമല്ല, പബ്ലിക് ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അതൊന്നും വിശ്വാസമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോ നരേന്ദ്രമോദി ഗവൺമെന്റ് എന്താ ആകാശത്ത് ഇറങ്ങിയെന്ന ഗവൺമെന്റാ? അത് തീരുമാനിക്കുന്ന കാര്യമല്ല ശരി. പിണറായി വിജയൻ ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യമല്ല. അങ്ങനെ പറയാൻ കഴിയും? ഗവൺമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടി ഗവൺമെന്റ് ആണ്. അവർ ഔദ്യോഗിക സംവിധാനമാണ്. അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം, എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗിക സംവിധാനം. അവിടെ പരിശോധിച്ച വിവരം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് സ്വീകാര്യം BJP തീരുമാനിക്കണം, ഞങ്ങൾക്ക് സ്വീകാര്യം കോൺഗ്രസ് തീരുമാനിക്കണം. അതൊന്നും ജനങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ജനങ്ങൾ ഇക്കാര്യം നിശ്ചയിക്കാൻ തെരഞ്ഞെടുത്തത് ഞങ്ങളെയാണ്, നിങ്ങളെ തെരഞ്ഞെടുത്തില്ല. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ആകെ കേരളം ശരിപ്പെടുത്തി കളഞ്ഞു, കേരളം ആകെ നശിച്ചുപോയി. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ കേരളം കേട്ടത്. ഈ ഗവൺമെന്റ് രണ്ടാമതും തെരഞ്ഞെടുത്തില്ലേ, ഇനി 3ാമതും തെരഞ്ഞെടുക്കുമല്ലോ. നിങ്ങൾക്ക് ബേജാറുണ്ടാവും, ഞങ്ങൾക്കറിയാം. 10 കൊല്ലം അധികാര കസേരയിൽ നിന്ന് മാറി നിൽക്കുമ്പോ കോൺഗ്രസിന്റെ ബേജാറ്, ലീഗിന്റെ ബേജാറ് ഞങ്ങൾക്കറിയാം. പക്ഷേ രാജ്യത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവരുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ അവർ അറിയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് LDFന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞേ? തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ചെയ്യുന്നില്ലേ? ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. വീട്ടമ്മമാർക്ക് പെൻഷൻ ഞങ്ങൾ പറഞ്ഞതാണ്, 1000 രൂപ കൊടുക്കുന്നു. അംഗൻവാടിക്കാരുടെ, ആശക്കാരുടെ, ഉച്ചഭക്ഷണക്കാരുടെ, സ്പെഷ്യൽ ടീച്ചേഴ്സിന്റെ വേതനം വർദ്ധിപ്പിക്കും. 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞതാണ്. റബ്ബറിന്റെ തറവില 250 ഞങ്ങൾ പറഞ്ഞതാണ്, 200 ആക്കിയിരിക്കുന്നു. അവർ നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കും, ഞങ്ങൾ 30 രൂപ ആക്കിയിരിക്കുന്നു. അതെല്ലാം മോശം. എന്തുകൊണ്ട്? നടപ്പിലാക്കുന്ന പിണറായി വിജയനാണ്. അതുകൊണ്ട് അതെല്ലാം മോശം, പറ്റിക്കാനാണ്. അതെല്ലാം വോട്ട് നിങ്ങൾ ചെയ്യുന്നൊന്നും വോട്ട് കിട്ടാനല്ല. നിങ്ങൾ പിന്നെ ആളുകൾക്ക് സേവനം ചെയ്യാൻ മാത്രമുള്ള പാർട്ടി. നിങ്ങൾക്ക് അധികാരം വേണ്ട, നിങ്ങൾ മത്സരിക്കൂല, MLA സ്ഥാനത്തില്ല, ഗവൺമെന്റ് ഇല്ല, അധികാരമെല്ലാം ചിന്തിച്ച് സർവസംഘ പരിത്യാഗികൾ. അത് കോൺഗ്രസ്, ലീഗ്, കമ്മ്യൂണിസ്റ്റുകാർ അധികാര കൊതിയന്മാർ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ക്ഷണിക്കപ്പെട്ട് അത് വേണ്ട എന്ന് നിരസിക്കാൻ വേണ്ടി കഴിഞ്ഞ പാർട്ടിയാ CPM. നിങ്ങളെ കോൺഗ്രസ് പാർട്ടി നയിക്കുമ്പോ അത് മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ത്യയിൽ 4 സംസ്ഥാനങ്ങളിൽ അധികാര കസേര വെച്ച് നിർത്തിയിട്ട് വേണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാ CPIM. ഞങ്ങൾക്ക് അധികാരം വന്നാൽ ജനങ്ങളെ സേവിക്കാൻ, അധികാരം വേണ്ടെന്നല്ല, ജനങ്ങളെ സേവിക്കാൻ കഴിയാത്ത ഒരൊറ്റ സ്ഥലത്തും ഞങ്ങൾ അധികാരം എടുക്കുന്ന വിഷയമില്ല. നിങ്ങൾക്കതല്ല. നിങ്ങൾക്ക് അധികാര കസേര എന്ന് പറഞ്ഞാൽ സ്വന്തമായി നേട്ടം ഉണ്ടാക്കാനാണ്, പണം ഉണ്ടാക്കാനാണ്. ഞങ്ങൾക്ക് അധികാരം ജനസേവനത്തിനാണ്. ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യുമ്പോ അതിനെ തകർക്കാൻ. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തോ ഇല്ലയോ എന്നളക്കാൻ സർക്കാർ ഉപയോഗിക്കുന്ന ഈ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയവും സുതാര്യവുമാണോ? UNDP പോലുള്ള ആഗോള ഏജൻസികൾ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളുമായി ഇത് എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട്?
അതായത് ആഗോള ഏജൻസികൾ നടത്തുന്ന മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെന്ന് മാത്രവുമല്ല, ഇന്ത്യക്കകത്ത് തന്നെ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏജൻസികൾ നടത്തുന്ന സർവേയുമായിട്ടും ഇതിന് കുലബന്ധം പോലുമില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് പേർ ചേർന്ന് എല്ലാ 1022 മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചേർന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവനവന്റെ വീട്ടിലിരുന്നായിരിക്കും സർവേ നടത്തിയെന്ന് പറഞ്ഞ്. ഇത് പിന്നെ നവംബർ 1 വന്ന പേപ്പറിലെ കട്ടിങ്ങാ. അതിദരിദ്രർ ഇല്ലെന്ന പ്രഖ്യാപനം തട്ടിപ്പ്. ആദിവാസി മഹാസഭ, അത് എന്റെ പ്രസ്താവനയല്ലല്ലോ, ആദിവാസി മഹാസഭയുടെ. ഇനി ഒക്ടോബർ 31 വന്ന ഹിന്ദു, ആ ഹിന്ദുവിലെ ഒരു പേപ്പർ നോക്കൂ, ഇത് ഒക്ടോബർ 31 വന്നതാ. ഇതിനകത്ത് മുഴുവനും ആദിവാസി മഹാസഭ ഈ സർവേയെ പറ്റി, അതായത് ആദിവാസി ഊരുകളിൽ സർവേക്ക് ചെന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ആദിവാസികളിലെ ദരിദ്രരായിട്ടുള്ളവർ ഏത് തരക്കാരാണ്? അടിയ, പണിയ, കാട്ടുനായ്ക്കർ, വേട്ടക്കരുമർ, മലമ്പണ്ടാരം, ഹിൽ പുലയ, ഈ കൂട്ടരാണ് ഏറ്റവും ദരിദ്രരായിട്ടുള്ളത്. അവരുടെ അടുക്കിലേക്ക് ഈ പഠനം ചെന്നിട്ടേ ഇല്ല എന്ന് വെച്ചാൽ യഥാർത്ഥ ദരിദ്രർ ഇപ്പോഴും ദരിദ്രരായി കഴിയുന്നു. എന്നിട്ട് ഞങ്ങൾ വലിയ സർവേ നടത്തി എന്ന് പറഞ്ഞ് വലിയ വായിൽ വിളിച്ചു പറയുകയും പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിദരിദ്രരില്ലാത്ത കേരളം, നമ്മളൊരു നവയുഗ സൃഷ്ടിയിലേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഈ പ്രഖ്യാപനം നടത്താൻ വേണ്ടി തന്നെ 1,52,00,000 രൂപ, അത് അതിദരിദ്രർക്ക് വീട് വെക്കാൻ മാറ്റിവെച്ചിരുന്ന തുകയിൽ നിന്നാണ് ഈ 1,52,00,000 രൂപ എടുത്ത് ക്യാപ്റ്റീവ് ഓഡിയൻസ് ആയിട്ട് മനുഷ്യരെ കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ചാണ് സിനിമാ താരങ്ങളെ, ഏതായാലും 2 താരങ്ങൾ എത്തിയില്ല, അവർക്ക് കോമൺ സെൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു താരമേ എത്തിയുള്ളൂ. ആ ഒരു താരത്തിന്റെ മുൻപിൽ വെച്ചാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. ഒരു കാരണവശാലും സയന്റിഫിക്കലി ബേസ്ഡ് അല്ല. വ്യക്തമാണ്. ഡോക്ടർ മേരി ഒറിഞ്ഞ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ശിവശങ്കരൻ, അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം അതിര് കടന്നതും പൊള്ളയുമായ ഒരു വാദമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഒരു തുടർച്ചയായ പ്രക്രിയയല്ലേ? നോക്കൂ, ഇതില് ശ്രീ പ്രകാശൻ മാഷ് പറഞ്ഞ രാഷ്ട്രീയ പ്രസംഗം മാറ്റിവെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ആളുകളും ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത, അതിദാരിദ്ര്യമെങ്കിലും മാറിയ ഒരു കേരളത്തെ സ്വപ്നം കാണിക്കുന്നവരാണ് ഞാനും മേരി ജോർജും അതുപോലെ തന്നെ പഴകുളം മധു. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുൻപന്തിയിലായിരുന്നു. നമുക്ക് ദാരിദ്ര്യത്തിന്റെ പല കാര്യങ്ങൾ കൊണ്ട് കുറവായിരുന്നു എന്നുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൊണ്ടോ സംസ്ഥാനത്തെ ജനാധിപത്യ ഭരണം വരുന്നതിന് മുൻപ് തന്നെ പല കാരണങ്ങൾ കൊണ്ടും കേരളം മറ്റ് പല സംസ്ഥാനങ്ങളെക്കാൾ ദാരിദ്ര്യമുക്തമായിരുന്നു എന്നുള്ളത് പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്, പക്ഷേ ഇത്തരം സ്റ്റഡികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ ആളുകളെ കൊണ്ടും അതല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഏജൻസിയെ കൊണ്ടും കൂടി ചെയ്യിക്കണം എന്നേ പറഞ്ഞുള്ളൂ. മാത്രമല്ല, ഇത്തരം സ്റ്റഡീസ് മുന്നോട്ട് വെക്കുമ്പോൾ ജനങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്, സൂചിപ്പിക്കട്ടെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് ജനങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, ജനങ്ങളുടെ മുൻപിൽ ചില കൃത്യമായ തെളിവുകളോടെ അവർക്ക് കാണിക്കാൻ പറ്റാവുന്ന പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഒരു തീർച്ചയായും ഒരു നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു പ്രക്രിയയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. 2, ഞാൻ അദ്ദേഹം രാഷ്ട്രീയമായി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മാത്രമല്ല PKS ആദിവാസികളുടെ പ്രവർത്തനം. ഷോളയാറും പുതൂരും അഗളിയിലും ഒക്കെ ഞങ്ങൾക്കും അവിടെ പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് മെമ്പർമാരുണ്ട്. അവിടെ പല പാൽ സൊസൈറ്റികളും BJP ആണ് ഭരിക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ പലയിടത്തും പ്രതിപക്ഷങ്ങളുമാണ്. ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അവിടെ ചാർജുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യം എന്താണെന്നും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം കുത്തകയായിരുന്ന കാലം മാറി. അവിടെ ഞങ്ങൾക്കും പ്രവർത്തനമുണ്ട്, ഞങ്ങൾക്കും അറിയാം അവിടെ ദാരിദ്ര്യം എന്താണെന്ന്, അവിടെ എങ്ങനെയാണ് ആളുകൾ മരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടി, പല പഞ്ചായത്തുകളിലും ജനങ്ങൾ മരിക്കുന്നത് മരുന്നില്ലാണ്ട്, അരിവാൾ രോഗം എന്നുള്ള രോഗം എത്രത്തോളം വേദനാജനകമാണ് ആ രോഗം എന്ന് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും, അത് കണ്ടുവന്നവർക്ക് മനസ്സിലാവും. മരുന്നില്ലാണ്ട് 13 പേരാണ് ഈ സർക്കാരിന്റെ കീഴിൽ അട്ടപ്പാടിയിൽ മാത്രം മരിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ രൂക്ഷത മനസ്സിലാവും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പഴകുളം മധു, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് സാമൂഹ്യ നീതി വകുപ്പിന്റെ ചുമതലയായിരിക്കെ പ്രധാനമായും കുടുംബശ്രീയെ മാത്രം ആശ്രയിക്കുന്നത് പദ്ധതിയുടെ കാര്യക്ഷമതയെ ബാധിക്കില്ലേ? കുടുംബശ്രീയെ മാത്രം ആശ്രയിക്കുന്ന വെച്ചാൽ ഇവർക്ക് കുടുംബശ്രീയെ മാത്രം
ആശ്രയിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ. ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഉള്ളവരും അത് നൽകാൻ തയ്യാറായിട്ടുള്ളവരുമായിട്ടുള്ള ആൾക്കാരെ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഈ പദ്ധതിക്ക് ഉപയോഗപ്പെടുത്താൻ സർക്കാരിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. കാരണം സർക്കാരിന്റെ ലക്ഷ്യം ഒരു തട്ടിപ്പ് പ്രഖ്യാപനം മാത്രമാണ്. ഇവർക്കറിയാം ഇവർക്ക് ഇനി കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല. എവിടെ സർക്കാർ ജനങ്ങൾ വെറുക്കപ്പെട്ട സർക്കാരാണ്. പ്രകാശം മാസ്റ്റർ ഇരിക്കുന്നു. കാരണം പ്രകാശം മാസ്റ്റർക്ക് പോലും അധികാരം ഇല്ലാത്തൊരു അവസ്ഥയെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയില്ല. കേരളത്തിൽ അധികാരമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. EMSന് ആ ധാരണ ഉണ്ടായിരുന്നില്ല, നയനാർക്കോ അച്യുതാനന്ദനോ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടർന്നേ കഴിയൂ. അപ്പൊ അതിന് ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് പദ്ധതികൾ നടപ്പാക്കും. ഇന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് വരൂ, ഞാൻ ആദിവാസികളെ കാണിച്ചു തരാം. ദാരിദ്ര്യം അനുഭവിക്കുന്ന, വീടില്ലാത്ത, മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത, വസ്ത്രങ്ങളില്ലാത്ത ആദിവാസികളെ കാണിച്ചു തരാം. അച്ഛൻ മാസ്റ്റർ നിങ്ങൾ ഇങ്ങോട്ട് വരൂ. നിങ്ങൾ എന്താണ് പറയുന്നത്? കേരളത്തിൽ രണ്ടാമതും പിണറായി സർക്കാർ വന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളൊന്നും പറഞ്ഞു പോകരുത്. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന്. ഇത് ഏത് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത്? നിങ്ങളൊരു ഗവൺമെന്റ് കേരളത്തിൽ വന്നു, ആ ഗവൺമെന്റ് രണ്ടാമതും വന്നു, സത്യമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. നിങ്ങൾ ശബരിമലയിൽ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് കൊള്ള നടത്തി, സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോയി. അതിന് 2021 കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങളുടെ പിന്തുണ കൊണ്ടോ? ഉണ്ടോ? അവർ പറഞ്ഞിട്ടുണ്ടോ കൊള്ളയടിക്കാൻ? കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം 1000 കോടി നിങ്ങൾ കൊള്ളയടിച്ചു. 2021 വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ആ ധാരണ ഉണ്ടായിരുന്നുണ്ടോ? അവർ നിങ്ങളോട് പറഞ്ഞോ? നിങ്ങൾ 21 മുതൽ 26 വരെ കേരളത്തെ കൊള്ളയടിച്ചോളാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രകാശം മാസ്റ്റർ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്ന കേട്ട കേരളത്തിലെ ജനങ്ങളെല്ലാം ഏറ്റവും ഉന്നതമായ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ കേരളത്തെ വികസിപ്പിച്ച സത്യത്തിൽ കേരളത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ല. കേരളത്തിൽ വികസനം ഇല്ല. ദാരിദ്ര്യം മാറി. ആരുടെ ദാരിദ്ര്യം മാറി? പിണറായി വിജയന്റെ ദാരിദ്ര്യവും ആർത്തിയും മാറി. കേരളത്തിലെ ദാരിദ്ര്യം മാറിയിട്ടില്ല. കേരളത്തിലെ ആദിവാസികൾ, സാധാരണക്കാർ, ശ്രം ഡൊല്ലെ തുടങ്ങിയ ആൾക്കാരുടെ ഒന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറിയിട്ടില്ല. ആകെ മാറിയ ദാരിദ്ര്യം പരിപ്പ് വടയും കട്ടൻ ചായയും ഇനി ഞങ്ങൾ കുടിക്കില്ല. കാരണം ഞങ്ങൾ അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് EP ജയരാജൻ, ഈ പിണറായി വിജയൻ പറഞ്ഞ ശുദ്ധനായ EP ജയരാജൻ ഒരു സത്യം വിളിച്ചു പറഞ്ഞു. അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരിന്റെയും മുഖമുദ്ര, ശൈലി, പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ 64,000 പേർ മാത്രമല്ല അതിദരിദ്രർ. അവരുടെ എണ്ണം ലക്ഷങ്ങളാണ്. അവരെ കബളിപ്പിച്ച്, അവരെ വഞ്ചിച്ച് 6 ലക്ഷം കോടിയിലേക്ക് കേരളത്തിന്റെ പൊതുകടം കൊണ്ടെത്തിച്ചിട്ട് കേരളത്തിൽ സാധാരണക്കാർക്ക് ഒരു ക്ഷേമവും നടപ്പാക്കാത്ത, എന്തിന് പെൻഷൻ വർദ്ധിപ്പിച്ചു. 2021 2500 രൂപ സാധാരണക്കാരുടെ പെൻഷൻ കൂട്ടാമെന്ന് പറഞ്ഞിട്ട് ഈ സർക്കാർ കൂട്ടേണ്ടത് എത്രയാണ്? 900 രൂപയാണ് കൂട്ടേണ്ടത്. ഇവർ 400 രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ പെൻഷനിൽ പോലും കബളിപ്പിച്ചു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പോലും 1000 കോടി രൂപ കൊള്ളയടിച്ചോട്ട് പോയി ഊരാളുകൾ സൊസൈറ്റിക്ക് കമ്മീഷൻ കിട്ടുന്നത് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ ആർത്തി മാറിക്കാണും. അദ്ദേഹത്തിന്റെ മക്കളുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ആർത്തിയും ദാരിദ്ര്യവും മാറിക്കാണും. ഈ പ്രകാശൻ മാസ്റ്റർ ഞാൻ പറയുന്നില്ല, പക്ഷെ CPM നേതാക്കന്മാർ പലരുടെയും ദാരിദ്ര്യം 9 വർഷം കൊണ്ട് മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ ബംഗാളിൽ 34 വർഷം ഭരിച്ച് ദാരിദ്ര്യം ബഗനെ പോലെ വാരി തിന്നു വയറ് നിറച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ഇപ്പൊ വഴിനീളെ നടക്കുകയാണ്. ആ ഗതികേടാണ് നിങ്ങൾ. ശ്രീ പഴകുളം മധു, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പ്രകാശം മാസ്റ്റർ, സർക്കാരിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനുള്ള മറുപടി എന്താണ്? കേരളത്തിലെ ഗവൺമെന്റ് ഏത് രംഗത്തെടുത്ത് പരിശോധിച്ചാലും ഒരു വികസന വസന്തം തൂക്കിന്റെ ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ച NH പണി പൂർത്തീകരിക്കാൻ പോകുന്നു. കേരളത്തിലെ നമ്മുടെ മലയോര ഹൈവേയുടെ പണി മുങ്ങിച്ചു കഴിഞ്ഞു. തീരദേശ ഹൈവേ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചു. കേരളത്തിൽ എവിടെയും വൈദ്യുതി കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന പദ്ധതി, എവിടെയും ഗ്യാസ് കൊടുക്കാൻ വേണ്ടി കഴിയാവുന്ന പദ്ധതി എറണാകുളത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. വികസനത്തിന്റെ ഇതുപോലത്തെ ഒരു വസന്തകാലത്തെ എപ്പോഴും കേരളം കണ്ടിട്ടുണ്ട്. പെൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ, 1600 രൂപ പെൻഷൻ. ഞാൻ അതുകൂടി ചോദിക്കട്ടെ, എത്ര പൈസയാ UDF എത്ര പൈസ? 1600 തിങ്കൾ ഷെയർ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് 100, അത് തന്നെ കൊടുത്തില്ല 18 മാസം. ഇപ്പൊ 2000 രൂപയാക്കിയതില് 1900 ആക്കിയത് LDFന്റെ ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊടുത്ത വീട് 6678. ഇപ്പൊ 4,30,000. കോൺഗ്രസ്സുകാർ പറയുന്നു 6678 വലുത്. ശരി,
ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് 10 ലക്ഷം കുട്ടികൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നു. സ്കൂൾ കൂട്ടി എന്ന് ബിജെപിക്കാർ പറയുന്നു. ആയിക്കോട്ടെ, ഏത് രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കിയതാണ്? ഇപ്പൊ കുടുംബശ്രീ ലോകത്തിലേക്ക് വലിയ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം അതുണ്ടാക്കിയതാ ഞങ്ങളല്ലേ. കേരളത്തിൽ മാത്രം ഈ പറയുന്ന മാറ്റം എങ്ങനെയുണ്ടായതാ? ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടാണ്. ഇപ്പൊ കേരളത്തില് ജന്മിത്വമില്ല. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ച ഏത് സ്റ്റേറ്റിലാണ് ജന്മിത്വമില്ലാത്തത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഞങ്ങൾ ബംഗാളിൽ പോയി, ആരാ പറയുന്നേ? പഴകുളം വന്നു. 28 സ്റ്റേറ്റിൽ ഭരിച്ചിട്ട് ഇപ്പൊ 4 സ്റ്റേറ്റ് മാത്രം ഭരിക്കുന്ന അദ്ദേഹം പറയാം, നിങ്ങൾ പോയില്ലേ 24 സ്റ്റേറ്റിൽ നിങ്ങൾ പോയില്ലേ? അത് കണക്കിലില്ലേ? നിങ്ങളെ ജനങ്ങൾ തിരസ്കരിച്ചല്ലേ? ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം. നിങ്ങൾ ഈ പറയുന്ന ഒരേ തൂവൽ കുച്ചികൾ ബിജെപി, കോൺഗ്രസ്, മേരി ജോർജ്, ഇവർക്കെല്ലാം ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും പൊളിയണം എന്ന ആഗ്രഹമുണ്ട്. അതുകൂടി തങ്ങളാലാകാവുന്ന കാര്യം അത് നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യണം. ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് അറിയാം. ഇവിടെ കേരളത്തിൽ ഇപ്പോ ഈ പറയുന്ന ദാരിദ്ര്യം പരിഹരിക്കാൻ കുറെ പദ്ധതിയെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കിയല്ലോ. എന്താ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കാത്തത്? കരുണാകരൻ ഉണ്ടാക്കാത്തത്? നിങ്ങളെ അങ്ങനെ ഒരു പദ്ധതി വന്നു. ഞങ്ങളുടെ പദ്ധതി വന്നു 74 ആയിക്കോട്ടെ, ഞങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ചല്ലോ. പ്രകാശ് മാസ്റ്റർ വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ശിവശങ്കരൻ, ഇതുപോലെയല്ലേ വ്യക്തമാണ്. ശ്രീ പ്രകാശ് മാസ്റ്റർ ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഒരു കാര്യം പറഞ്ഞോട്ടോ ജെയിംസ്. പറയൂ ജെയിംസ്, ഈ പ്രകാശം മാഷി ഇങ്ങനെ സ്ഥിരം പറഞ്ഞപ്പോൾ ഈ കുടുംബശ്രീയുടെ കാര്യം കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന്റെ സൈറ്റിൽ എഴുതിയേക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനമാണ് കുടുംബശ്രീ. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ ഈ പ്രൊജക്ട് നടത്തുന്നത് നബാർഡിന്റെ സഹായത്തോടെ. ഓർമ്മോട്ടോ, നബാർഡിന്റെ സഹായത്തോടെ കേരള സർക്കാർ ഈ പ്രൊജക്ടിന് രൂപം നൽകി. 1998 മെയ് 17 മലപ്പുറം ജില്ലയിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ചെയ്തത്. ഇത് ഈ സംസ്ഥാന സർക്കാർ എന്താണെന്നാ പറയണത്, വാജ്പേയി കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാ പറയണത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാ. നബാർഡിന്റെ സഹായം കൊണ്ട് ഇവർ തുടങ്ങിയപ്പോഴാണ് വാജ്പേയി കൊണ്ട് തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ മാഷെ നിങ്ങളുടെ സൈറ്റിലുള്ള തവണ നിങ്ങൾ മാറ്റണം. ഞങ്ങളുടെ ഗവൺമെന്റ് ക്ഷണിച്ച് വാജ്പേയി ഒന്നാണ്. അന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി ക്ഷണിച്ചാണ് അദ്ദേഹം വന്നത്. പ്രകാശം മാഷെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നബാർഡിന്റെ പ്രകാശം മാഷെ അങ്ങനെയാണെങ്കിൽ നബാർഡിന്റെ സഹായത്തോടെ എന്നുള്ള വെട്ടിക്കളാ. നബാർഡിന്റെ സഹായത്തോടെ എന്നുള്ളത് നിങ്ങളെങ്കിലും വെട്ടിക്കളന്നേ. അത് സംഭവം നബാർഡിന്റെ സഹായം എന്നുള്ളത് വെട്ടിക്കള. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നിങ്ങൾ സുഷമാ സ്വരാജിനെ വെച്ച് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സത്യം ഇതൊക്കെ ജനങ്ങൾ വ്യക്തമാണ്. ഞാൻ മറുപടിയാണ്. ഞാൻ ഡോക്ടർ മേരി ജോർജിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ മേരി ജോർജ്, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോൾ ഈ പദ്ധതിക്കായി വകയിരുത്തുന്ന ഫണ്ട് സംസ്ഥാനത്തെ കടക്കണി വർദ്ധിപ്പിക്കാൻ കാരണമാകില്ലേ? തീർച്ചയായിട്ടും കടക്കണി വർദ്ധിപ്പിക്കാൻ കാരണമാകും. പക്ഷെ അതിനുശേഷം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും 2000 കോടി, എൻ്റെ വിശ്വാസം ഇന്നലെ റിസർവ് ബാങ്ക് കൗണ്ടർ വഴി 2000 കോടി കടം എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ചൊവ്വാഴ്ചകളിലാണ് റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴി കടമെടുക്കേണ്ട ഒരു ദിവസം. അപ്പൊ ഇന്നലെ എടുത്തിട്ടുണ്ടാവും. പിന്നെ അതുകൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ന്യൂസ് വന്നു. നമുക്കറിയാം LDF ഗവൺമെന്റിന്റെ ഭരണ വിജയത്തിന്റെയും മികവിന്റെയും ഒരു കാരണമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ചത്തടിഞ്ഞ്, അതായത് അതിലെ ഇൻവെസ്റ്റേഴ്സിനെ മുഴുവൻ ചീറ്റ് ചെയ്തത്. അതിനകത്ത് ഇടയ്ക്ക് അതായത് കോൺഗ്രസിന്റെയും BJPയുടെയും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 90% കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനോട് പറഞ്ഞിരിക്കുക, കയ്യിലുള്ള പണം മുഴുവനും സംസ്ഥാന ഗവൺമെന്റിന് കടം കൊടുക്കാൻ. എന്തിനാണെന്നറിയാമോ? ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒക്കെ നടത്തി എവിടെയെങ്കിലും അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇപ്പൊ ലൈവ് ആയിട്ടുണ്ടെങ്കിൽ, ജീവനോടെ ഉണ്ടെങ്കിൽ അതിനെയും കൂടെ കുഴിച്ചു മൂടാൻ. അങ്ങനെ 2000 കോടിയെങ്കിലും കോഓപ്പറേറ്റീവ്സിൽ നിന്ന് സംഭരിക്കാനായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ വന്നതാണ്. അപ്പൊ 4000 കോടി, 10000 കോടി വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 8000 കോടി ഇനി ഏതൊക്കെ സോഴ്സിൽ, അതായത് ഇനി കിഫ്ബി വഴി ഇതിന് കടമെടുക്കാൻ പാടില്ല. പക്ഷെ കിഫ്ബി വഴി എടുക്കുന്ന കടത്തിന്റെ 98% പലിശ അടയ്ക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ സ്ഥിതിക്കാണ്
അങ്ങനെയും കൂടി ഫണ്ട് കണ്ടെത്തും. അങ്ങനെ 10,000 കോടി കണ്ടെത്തി, അതായത് ഇലക്ഷൻ ജയിക്കല് രാജൻ മാസ്റ്റർ പറഞ്ഞതുപോലെ വീണ്ടും അധികാരത്തിൽ വരല്, അതാണ് ഗവൺമെന്റിന്റെ. വ്യക്തമാണ് ഡോക്ടർ മേരിയോർ, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഏതൊരു ഗവൺമെന്റിന്റെയും ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറം കേരളം ഇക്കാര്യത്തിൽ പ്രതീക്ഷയുടെ ഒരു ചുവട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയും ഒട്ടേറെ ദൂരം മുമ്പോട്ട് പോകാനുണ്ട്. ഫണ്ട് വിനിയോഗത്തിൻ്റെ സുതാര്യത, അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ, മറ്റ് ക്ഷേമ പദ്ധതികളുമായുള്ള ഏകോപനം എന്നിവയിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഈ പദ്ധതി വെറും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണോ അതോ ചരിത്രപരമായൊരു സാമൂഹിക മുന്നേറ്റമാണോ എന്നത് ഇനി വരാനിരിക്കുന്ന മാസങ്ങളിലെ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഒറ്റത്തവണ പ്രഖ്യാപനമല്ല, മറിച്ച് സുസ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്ന നിരന്തരമായൊരു പ്രക്രിയയാണ്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത പഴകുളം മധു, PR ശിവശങ്കരൻ, M പ്രകാശം മാസ്റ്റർ, ഡോക്ടർ മേരി ജോർജ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.